ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ ട്രെയിനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് 9 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നൈറ്റ്മെയർസ് കാണുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ വറി ചെയ്യുന്നുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അവർക്ക് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നു എന്ന് ഈ കാർഡ് പറയുകയാണ്. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളുമൊത്തുള്ള ബെറ്റർ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നല്ല രീതിയിലുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് അവിടെ കാർഡ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുകയാണ്. നിങ്ങളുടെ ഡിസയേഴ്സ് സാധ്യമാവാൻ പോവാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രെയർ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മടങ്ങി വരവിന് കാരണമായിട്ടുള്ളത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, ആ ഒരു ആഗ്രഹത്തെ ഇവിടെ കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് വാൺസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൺ എടുത്തു കഴിഞ്ഞു, ഒരു തീരുമാനത്തെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുകയാണ്. അവരുടെ പാഷനെ, അവരുടെ ഡിറ്റർമിനേഷനെയാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത്. അവർ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഒരു തീരുമാനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു പിക്ചർ നോക്കൂ, നിങ്ങളുടെ പേഴ്സൻ്റെ ബോൾഡ് എക്സ്പ്രഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവർ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. അവരിലെ പവറിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് ഒരുങ്ങുകയാണെന്ന് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുകയാണ്. അവർ നിങ്ങളിലേക്ക് അവരുടെ ഹേർട്ടിനെ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രെയർ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് വാൺസ് കാർഡാണ്. ഒരു ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ബോൾഡ് എക്സ്പ്രഷനെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ബോൺ ലീഡർ ആയിട്ട് ഇവിടെ കാണാം. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നത് ഒരു സക്സസ് തന്നെയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ കരിയർ നോക്കുകയാണെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്യുവാനായിട്ടുള്ള കഴിവുണ്ട്. ഇപ്പോൾ അവരുടെ ഫാമിലിയിലാണ് നോക്കുന്നതെങ്കിൽ അവരുടെ വാക്കുകൾക്ക് വളരെയേറെ വാല്യൂ കൽപ്പിക്കുന്ന വ്യക്തികളുണ്ട്. കരിയർ ആണെങ്കിലും അവർ അതുപോലെ നല്ലൊരു പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയാണ്. ഒരു ലീഡർഷിപ്പിനെ ഇവിടെ കാണിക്കുന്നു. സമൂഹത്തിൽ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അവരെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു. അവർ വളരെ ഇൻസ്പയർ ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ ആയിരിക്കാം എങ്കിൽ കൂടിയും അവരെന്ന വ്യക്തി ഇന്ന് നിങ്ങളെയാണ് ഫോളോ ചെയ്യുന്നത്, നിങ്ങളെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്നേഹവും കരുതലും അവർ മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, ദ ചാരിയറ്റ്. ഇവിടെ ഒരു വിക്ടറിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഒരു വിക്ടറി തന്നെയാണ്, ഒരു സക്സസ് ആണ്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്. അവർ വളരെയേറെ ഡിറ്റർമിനേഷനോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നത്. ഒരു എനർജി വന്നതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെ നിന്നോ ഇൻസ്പിറേഷൻ കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ വളരെയേറെ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. മുൻപൊക്കെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് വളരെയേറെ ഭയമായിരുന്നു. ഇന്ന് അവർ അവരെ തന്നെ നോക്കുകയാണ്. അവരുടെ ശരികളെ അവർ വില കൽപ്പിക്കുന്നുണ്ട്. ആ ശരികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വളരെ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനോ നിങ്ങളെ കാണുവാനുമുള്ള എല്ലാ സാധ്യതയും യൂണിവേഴ്സ് കാണിച്ചു തരാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി അവർക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് വാൺസ് കാർഡാണ്. അവരിലെ ആക്ഷനെ തന്നെ, അവരിലെ ഡിസിഷനെ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. വളരെയേറെ എനർജി കൈവന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അവർ നിങ്ങളിലേക്കാണ് വരുന്നത്. അവരിലുള്ള ആ ഒരു വാണ്ടിനെ ത്രോ ചെയ്യുകയാണ്. അവരിലുള്ള ഏതൊരു കാര്യമാണെങ്കിലും അത് ത്രോ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന, നിങ്ങളിലേക്ക് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. ഇവിടെ അവർക്ക് വളരെയേറെ ഇൻസ്പിറേഷൻ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങളെക്കുറിച്ച്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നാവാം അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത്. നീ ചെയ്തോളൂ, നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുണ്ടെന്ന് പറയുന്ന വ്യക്തികളും ഉണ്ടാകാം. അവരുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം.
അപ്പോൾ അവർ ട്രൈ ചെയ്യുന്നത് എന്താണ്? ന്യൂ തിങ്സ് ആണ്. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവരെത്താണ്, നിങ്ങളിലേക്ക് അവരെത്താണ്. ഇവിടെ ഒരു ഡ്രീമറെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ വളരെയേറെ സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർക്ക് വളരെയേറെ താല്പര്യമുണ്ട്. നിങ്ങളെ ഓർക്കാത്തൊരു നിമിഷം പോലും അവർക്കില്ല എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് ബ്ലെൻഡിങ് എനർജി എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവരുടെ ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എങ്കിൽ കൂടിയും അവർ നിങ്ങൾക്കൊരു ബാലൻസ് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ലൈഫിൽ അവർ എവിടെ എത്തിയിട്ടില്ല, അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അവർ ജീവിതത്തിന്റെ മധ്യപാതയിലാണ്. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ നേടാനുണ്ടെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അതിലൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം തന്നെയാണ്, നിങ്ങളുമൊത്തുള്ള നല്ല ജീവിതമാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന അവരുടെ മനസ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. അവർ ഫാസ്റ്റായിട്ട് ആക്ഷൻ എടുക്കുന്നു എന്നല്ല പറയുന്നത്, വളരെ ക്ഷമയോട് കൂടിയിട്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നോക്കി കണ്ടുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരികയാണ്. വളരെ ക്ഷമയോടുകൂടി തന്നെയാണ് അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. കാരണം അവരാണ് തെറ്റ് ചെയ്തു പോയത്, അവരാണ് ഒരു ആക്ഷൻ എടുക്കേണ്ടതെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അവരാണ് നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മൂവ് ഓൺ ചെയ്തു പോയത് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. അപ്പോൾ ഉടനടി നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഒരു ടെൻഷനും അവർക്കുണ്ട്. എങ്കിൽ കൂടിയും ക്ഷമയോട് കൂടിയിട്ട് അവർ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അവരുടെ ഉദ്ദേശം കാണിക്കുകയാണ്. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നത്. ഫ്യൂച്ചർ നിങ്ങളൊത്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവേക്കനിങ് തന്നെയാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി എങ്ങനെ വരുന്നു? എല്ലാം റിയലൈസ് ചെയ്തുകൊണ്ട് തിരിച്ചറിവാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് പെന്റക്കിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറുടെ എനർജിയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, പ്രയത്നിക്കുന്നത് യൂണിവേഴ്സ് പറയാണ്. ഇവിടെ ഷെയറിങ് ആൻഡ് ലിസണിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. മാത്രമല്ല നിങ്ങളുടെ ടീം വർക്കിനെ ഇവിടെ കാണിക്കുന്നു. നിങ്ങളുടെ ഒരു ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനൊക്കെ എന്ന് പറയുന്നത് ഒരു ടീം വർക്ക് പോലെ ചെയ്യുന്ന കാര്യമായിരിക്കാം. ഇവിടെ കുറച്ച് പേര്, 2-3 പേരടങ്ങുന്ന ഒരു ടീമിനെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് കാണിക്കുന്നത്, പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക. ഇവിടെ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രെയർ ചെയ്യുമ്പോൾ അവിടെ മാറ്റം വരുന്നത് നിങ്ങളുടെ പേഴ്സണ് തന്നെയാണ്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളുടെ ഡിസയേഴ്സ് എന്തുമായിക്കോട്ടെ, ഒരു ആഗ്രഹം മാത്രമല്ലല്ലോ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, വലുതും ചെറുതുമായ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് ഓരോന്നായിട്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾ ഒന്നുമല്ലാതിരുന്നു. എന്നാൽ ഈ ഒരു കാലയളവ് നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് പ്രോഗ്രസ് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങളെന്ന വ്യക്തിയെ ഒരിക്കലും തളർത്തി കളയാനല്ല, നിങ്ങളെ പ്രോഗ്രസ്സിലേക്ക്, ഉയർച്ചയിലേക്ക് എത്തിക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ നോക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ച കണ്ടുകൊണ്ട് വേണം. ആരൊക്കെ നിങ്ങളെ തോൽപ്പിച്ചാലും യൂണിവേഴ്സ് നിങ്ങളെ തോൽപ്പിക്കില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചു വരവ് ഇവിടെ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രോഗ്രസ്സുമാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ദ സ്ട്രെങ്ത് ആണ്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കറേജ് കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെന്നില്ലാത്തൊരു ധൈര്യം കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് വളരെ ശാന്തമായിട്ടുള്ളൊരു പ്രകൃതമായിരുന്നു. നിങ്ങൾക്ക് എല്ലാം ചെയ്യാനായിട്ട് കഴിയുമെങ്കിലും നിങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, പറ്റുമോ, പറ്റില്ലേ എന്നുള്ള ഒരു ചിന്തയിലൂടെ പോയ സമയമായിരുന്നു പാസ്റ്റിൽ. നിങ്ങളുടെ പേഴ്സണ് മൊത്തമുള്ള നിമിഷത്തിൽ എല്ലാത്തിനും അവരെ ഡിപ്പെൻഡ് ചെയ്യുക. എന്നാൽ ഇപ്പോൾ നിങ്ങൾ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തയോ ആയിട്ടുണ്ട് അല്ലേ? നിങ്ങളിലേക്ക് ഒരു ധൈര്യം കൈവന്നിട്ടുണ്ട്. എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ, അവിടെയൊക്കെ നിങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളിലേക്ക് ഒരു സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയുടെ ഒരു പൂർണ്ണതയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഇൻഫ്ലുവൻസിനെയാണ് ഇവിടെ കാണിക്കുന്നത്. എവിടെ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കറേജ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഗ്രേസ്ഫുൾ ലീഡർഷിപ്പിനെ ഈ കാർഡ് പറയുന്നു. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഒരു ലീഡർഷിപ്പായിട്ട് പറയുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ കാണുന്നുണ്ട്. ആ ഒരു പുരോഗതി മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പെരുമാറ്റവും.
മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്കറിയാം. നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന നിങ്ങളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങളിലേക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് ആത്മധൈര്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നെക്സ്റ്റ് കാർഡ് നിങ്ങളിലേക്ക് വരുന്ന പുരോഗതി തന്നെയാണ് ഏസ് ഓഫ് പെന്റക്കിൾ. ഒരു ബിഗിനിങ്ങിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ടാസ്ക്, യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു പുരോഗതിയിലേക്ക് എത്തുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ന്യൂ ഐഡിയ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ മെച്ചപ്പെടുത്തണം, എങ്ങനെ നിങ്ങളുടെ ഫ്യൂച്ചർ ആവണമെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കാൽക്കുലേഷനിലൂടെയാണ് പോകുന്നത്, ഒരു പ്ലാനിങ്ങിലൂടെയാണ് പോകുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് സക്സസ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ബെറ്റർ ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. മാനിഫെസ്റ്റിംഗ് പവർ എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ആംബിഷനെ ഫോളോ ചെയ്യുക. നിങ്ങളിലേക്ക് പ്രോസ്പെരിറ്റി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗോൾ നേടാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു ഗോൾ നേടാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഡയറക്റ്റ് ഫോക്കസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എല്ലാ ഭാഗ്യവും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കരുതുക, അത് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് യൂണിവേഴ്സ് തരാനാണ്. ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടരുത്. അതിനേക്കാളും ഒരുപടി മേലേക്ക് തന്നെയാണ് യൂണിവേഴ്സ് കരുതിയിട്ടുള്ളത്. നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തോറ്റുപോകാനായിട്ട് യൂണിവേഴ്സ് സമ്മതിക്കില്ല. നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു പ്ലാനിങ് യൂണിവേഴ്സ് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് പെന്റക്കിൾ ആണ്. സ്പിരിച്വൽ ആയിട്ടുള്ള യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ്, മെറ്റീരിയൽ ആയിട്ടുള്ള അബണ്ടൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി നിങ്ങളിലേക്ക് പ്രോഗ്രസ് വരുന്നു. നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവും ഒരു ഫാമിലി തന്നെയാണ് കാണിക്കുന്നത്. ബെറ്റർ ആയിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ തന്നെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. പ്രോസ്പെരിറ്റി തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. സക്സസിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ്, ആ സ്നേഹം തന്നെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിലുള്ള ഭാവി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ്, കറന്റ് എനർജി നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഒരു ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി, അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പലതവണ നിങ്ങളും അവരും തമ്മിൽ കാണുവാനായിട്ടുള്ള അവസരങ്ങൾ അവരായിട്ട് തന്നെ നഷ്ടമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി, നിങ്ങളെ കാണുവാനായിട്ട്, നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ആരുമുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അവർ ഒരു ആക്ഷൻ എടുക്കുന്നു, നിങ്ങളിലേക്ക് തന്നെയാണ് അവർ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കറന്റ് ഫീലിംഗ് എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. ഈ റീഡിംഗ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, വരും ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഴ്സന്റെ കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങളുമൊത്തുള്ള ബെറ്റർ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, കുറച്ച് ദിവസങ്ങളിലായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. റീഡിങ്ങിന് വന്നവരും പറഞ്ഞിട്ടുണ്ട് അവരുടെ പേഴ്സൺ അവരുമായിട്ട് വഴക്കിട്ട് പോയതാണ്. 1-2 ദിവസത്തേക്ക് പോയവരുണ്ട്, കുറച്ച് നാളുകളായിട്ടും മിണ്ടാതിരിക്കുന്നവരുണ്ട്. പക്ഷേ എന്തോ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത് പോലെ അവരുടെ ലൈഫിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. അവരുടെ പേഴ്സൺ അവരെ കാണാൻ വരികയും സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. നമുക്കത് കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷമാണ് തോന്നുന്നത്. എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വന്നവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ലൈഫിൽ അവരെന്ത് വേണമെന്ന് ആഗ്രഹിച്ചോ ആ വ്യക്തി അവരിലേക്ക് തിരിച്ചു വന്നുവെന്ന് അവർ പറഞ്ഞു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാം ഒരു എനർജി, എല്ലാം ഡിഫറെൻ്റ് എനർജിയാണ്. എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. ഞാൻ വെറും ഒരു ഗൈഡ് മാത്രമാണ്, നിങ്ങളെ പോലെ ഒരു വ്യക്തി മാത്രമാണ്. എന്തോ കാർഡ്സ് എടുക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. പേഴ്സണലായിട്ട് റീഡിങ്ങിന് വരികയാണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ പ്രയേഴ്സും പറഞ്ഞു തരാം. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വന്നാലേ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ. കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരാം. എല്ലാവരും വ്യത്യസ്ത എനർജീസാണ്, ഒരേ എനർജി അല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിംഗ് എടുത്താലല്ലേ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം
നിംസ്.